ഈ കുട്ടി എന്തിനാ ഇപ്പൊ വെള്ളം കോരുന്നത്? കറണ്ട് പോയോണാവോ? ടാങ്കിൽ വെള്ളമില്ലേ? മുത്തേ, മുത്തേ, എന്താ മുത്തശ്ശാ? മുത്തേ, നീ എന്തിനാ വെള്ളം കോരുന്നത്? കറണ്ട് പോയോ? ടാങ്കിൽ വെള്ളമില്ലേ? വെള്ളമുണ്ട് മുത്തശ്ശാ. ഇത് കുടിക്കാനുള്ള വെള്ളാ. പിന്നെ ചോറ് വെക്കാനുള്ളതൊക്കെ. മുത്തേ, അതിന് മോട്ടർ ഇടുമ്പോ നേരിട്ട് കിട്ടുന്ന വെള്ളമില്ലേ? പിന്നെന്തിനാ കോരുന്നത് എന്റെ മുത്ത്? അതല്ല മുത്തശ്ശാ, ആ വെള്ളം ചെറിയമ്മക്ക് കുടിക്കാൻ പറ്റില്ല. ഓ, അപ്പൊ അതാണ് കാര്യം. അപ്പൊ എന്താ, ഓള് മനുഷ്യജീവിയല്ലേ? അതല്ല മുത്തശ്ശാ, ചെറിയമ്മക്ക് ആ വെള്ളത്തിന്റെ മണവും രുചിയും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ചെറിയമ്മക്ക് കിണറിൽ നിന്ന് കോരിയ വെള്ളം ഇഷ്ടമുള്ളൂ ഇപ്പൊ. മോളെ, നീ ഇപ്പൊ അതൊന്നും കോരിക്കൊടുക്കാൻ നിക്കണ്ട. നിന്നെ കൊണ്ടേ വെള്ളം കോരിക്കാനുള്ള അടവാണിത്. അല്ല മുത്തശ്ശാ, ചെറിയമ്മക്ക് ക്ഷീണമല്ലേ? എപ്പോ നോക്കിയാലും ഛർദിയാണ്. അപ്പൊ നല്ല വെള്ളം കൊടുക്കണ്ടേ? നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാവില്ലല്ലോ മുത്തേ. അവളുടെ മണിമോളില്ലേ, അവളെവിടെ? അവളെ കൊണ്ട് ചെയ്യിച്ചൂടെ അപ്പൊ ഇത്? മുത്തശ്ശാ, അതിന് മണിമോൾക്ക് വെള്ളം കോരാൻ അറിയില്ലല്ലോ. അപ്പൊ നിനക്കോ? നിനക്കാരാ ഇത് പഠിപ്പിച്ചു തന്നത്? അതൊക്കെ എനിക്ക് അറിയും മുത്തശ്ശാ. മുത്തശ്ശാ, മുത്തശ്ശൻ അവിടെ പോയിരുന്നോ? ഞാനേ മുത്തശ്ശന് ചായ ഇപ്പൊ ഇട്ട് കൊണ്ടുവന്നു തരാം. ഞാൻ നിന്റെ അച്ഛനോടൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ, നിന്നെ ഇവിടെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതിന്. അയ്യോ, വേണ്ട മുത്തശ്ശാ. അച്ഛനും ചെറിയമ്മയും വഴക്ക് കൂടും. വഴക്ക് കൂടിക്കോട്ടെ, എന്നാലല്ലേ എന്റെ മുത്തിനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താതിരിക്കൂ. വേണ്ട മുത്തശ്ശാ, എനിക്കൊരു കഷ്ടപ്പാടുമില്ല. എനിക്ക് ഇതൊക്കെ ചെയ്യുന്നത് ഇഷ്ടാ. പാവം, അച്ഛന് വിഷമാവും വഴക്ക് കൂടിയാല്. മുത്തശ്ശൻ ഒന്നും പറയല്ലേ, പ്ലീസ്. ആ, അതൊക്കെ കരുതിയാ ഞാൻ അവനോട് ഒന്നും പറയാത്തത്. അവനെങ്കിലും സമാധാനത്തോടെ കഴിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട്. ഇത്രയും വെള്ളം മതിയാവും. മണിമോളെ, ഈ പെണ്ണ് എപ്പെങ്ങാനും വെള്ളം കോരി തടുത്തിയതാ? ഇനിയും കഴിഞ്ഞില്ലേ അവളുടെ? മമ്മി, അവള് വേറെ പണി എടുക്കുന്നതിനെ മനഃപൂർവ്വം ചെയ്യുന്നതാവും ഇങ്ങനെ. മമ്മി, നമുക്ക് അവൾക്കിട്ടൊരു പണി കൊടുത്താലോ? മോള് പറ, എന്ത് പണിയാ കൊടുക്കണ്ടേ? മമ്മി, നമുക്കിന്ന് അവളെ പുഴയിൽ കൊണ്ടുപോകാം. ഇവിടെ അലക്കാൻ അയക്കണ്ട. അയ്യോ, വേണ്ട മോളു, ഞാൻ ഇങ്ങനെ വരുന്നേ. എനിക്ക് റെസ്റ്റ് അല്ലേ. മമ്മി, അതിന് മമ്മി മെല്ലെ നടന്നാ മതി. എന്നിട്ട് ബാക്കി കൂടി പറ മോളെ. നമുക്ക് അവളെ കൊണ്ടുപോയിട്ട് പുഴയിലൂടെ ഒഴുക്കി വിടാം. മോള്, സംഭവമൊക്കെ കൊള്ളാം. പക്ഷേ അത്രക്കൊക്കെ വേണോ? ഡാഡി അറിഞ്ഞാൽ? ഓ, ഡാഡി ഒന്നും അറിയാൻ പോകുന്നില്ല മമ്മി. മമ്മി, ഞാനേ ആ ഇക്രുവിനെ കൂടി വെക്കട്ടെ. അതെന്തിനാ മോളു? അവൻ കൂടി? നമ്മൾ മാത്രം മതി. വേറെ ആരും ഇല്ലാതിരിക്കുന്നതാ നല്ലത്. അല്ല മമ്മി, അവനും വേണം മമ്മി, എന്നാലേ നടക്കുള്ളൂ. ആ, എന്റെ മോള് പറഞ്ഞതുപോലെ. ദേ, മുത്തേ. എന്താ എന്ത് ചെറിയമ്മേ? നിന്റെ ജോലി ഇത്ര നേരമായിട്ടും കഴിഞ്ഞില്ലേടി? കഴിഞ്ഞു ചെറിയമ്മേ, ഞാനിത് അകത്ത് കൊണ്ടുപോയി വെക്കാൻ നിൽക്കായിരുന്നു. എന്നാ പെട്ടെന്ന് കൊണ്ടുപോയി വെച്ചിട്ട് അലക്കാനുള്ള തുണിയെല്ലാം എടുത്തിട്ട് വാടി. ഞാനിപ്പോ തന്നെ എടുത്തിട്ട് അലക്കി ഇട്ടോളാം ചെറിയമ്മേ. വേണ്ട വേണ്ട. അതെന്താ ചെറിയമ്മേ? മണിമോള് പറഞ്ഞില്ലേ ഇവിടെ നിന്ന് അലക്കണ്ടാന്ന്? തുണിയൊക്കെ പെറുക്കി എടുത്ത് കൊണ്ടുവാ, എന്നിട്ട് ബാക്കി പറയാം. എല്ലാ റൂമത്തെയും ബെഡ്ഷീറ്റും പുതപ്പും എല്ലാം എടുത്തോ? ശരി ചെറിയമ്മേ, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. എല്ലാം എടുത്തേയോ? ചവിട്ടിയും എല്ലാം എടുത്ത് കഴുകാനായിട്ട്. എലിമ, എലിമ, ഈ വയസ്സായാലും മരിച്ചോ? വയസ്സായാലേ നമ്മളെല്ലാരും മരിച്ചും മാറേ. എന്നിട്ട് ഈ വല്യമ്മ എന്താ മരിക്കാത്തത്? അതിന് എനിക്ക് എപ്പോഴാണ് വയസ്സായത്? മര്യാദക്ക് അങ്ങോട്ട് നിന്ന് ഉറങ്ങിക്കോ, മനസ്സിനെ പേടിപ്പിക്കാതെ. അതിന് വല്യമ്മക്ക് ഉറക്കം വരുന്നില്ലേ? അതിനെ കണ്ണടച്ച് കിടന്നിട്ടേ 1 മുതൽ 100 വരെ അങ്ങട് എണ്ണിക്കണം. അപ്പത്തിനോട് ഉറങ്ങിക്കോളും. 1, 2. നിർത്ത് 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 നിർത്ത്. അപ്പൊ വല്യമ്മല്ലേ പറഞ്ഞോട് എണ്ണാന്? അത് പിന്നെ അങ്ങനെയല്ലേ പൊടിമോളെ ചെല്ലുക? പിന്നെ എങ്ങനെ?
പൊത്തിപ്പിടിച്ചിട്ട് എന്നിട്ട് ചൊല്ല്. കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലൂക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ. എന്താ വിളിച്ചോ ഇങ്ങനെ നോക്കണത്? ആ പാട്ട് ഇഷ്ടായില്ലേ? ഇഷ്ടായില്ലേ? ഇന്ന് ഞാനേ വേറെ പാട്ട് പഠിച്ചിട്ട് വരാം. മമ്മി ഇക്ക് വന്നിട്ട് ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങാം. എന്നിട്ട്